ബൈക്കിലും വാഹനങ്ങളിലുമായിട്ടാണ് ഞങ്ങൾ ശിവാലയ ഓട്ടം 12 ക്ഷേത്രങ്ങൾ പൂർത്തിയാക്കിയത് നമ്മുടെ ശിവരാത്രി ദിനത്തിൽ. എന്നാൽ ഈ വാഹനങ്ങൾ ഉപയോഗിക്കാതെ കാൽനട യാത്രയായി ഈ ക്ഷേത്രങ്ങൾ 12 ക്ഷേത്രങ്ങളും പോകുന്ന നിരവധി പേരെയാണ് ഞങ്ങൾ വഴിയിൽ വെച്ച് കണ്ടത്. എന്തായാലും അങ്ങനെ കണ്ട ഒരാളിനെ കുറിച്ചുള്ള ഒരു വിവരണമാണ് ഞാൻ നിങ്ങൾക്ക് ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. ഞങ്ങൾ ഒന്നാമത്തെ ക്ഷേത്രം തിരുമല ശിവക്ഷേത്രം, അതുപോലെ രണ്ടാമത്തെ തിക്കുറിച്ചി ശിവക്ഷേത്രം, മൂന്നാമത് തൃപ്പരപ്പ് ശിവക്ഷേത്രം, നാലാമത് തിരുനന്തിക്കര ശിവക്ഷേത്രം, അഞ്ചാമത് പൊന്മന ശിവക്ഷേത്രം, ആറാമത് പന്നിപ്പാകം ശിവക്ഷേത്രം, ഏഴാമത്തെ ക്ഷേത്രം കൽക്കുളം ശിവക്ഷേത്രം, എട്ടാമത്തത് മേലാങ്കോട് ശിവക്ഷേത്രം, 9 തിരുവിടൈക്കോട് ശിവക്ഷേത്രം, 10ാമത്തെ തിരുവിതാംകോട് ശിവക്ഷേത്രം. ഇങ്ങനെ 10 ക്ഷേത്രങ്ങൾ കടന്ന് ഞങ്ങളുടെ ഈ ശിവാലയ ഓട്ട പ്രദക്ഷിണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ യാത്ര നടക്കുന്നതിനിടയിലാണ് ഞങ്ങൾ അടുത്ത ക്ഷേത്രത്തിലേക്ക്, ഓരോ ക്ഷേത്രത്തിലും അവിടുത്തെ ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളും അവിടുത്തെ അലങ്കാരങ്ങളും ഓരോ ക്ഷേത്രത്തിലും ദർശനവും നടത്തി ഇങ്ങനെ പോരുന്നതിനിടയിലാണ് നമുക്ക് ഈ 11ാമത്തെ ക്ഷേത്രമായ തൃപ്പന്നിക്കോട് ശിവക്ഷേത്രത്തിലേക്ക് പോകുന്ന ആ വേളയിലാണ് ഞങ്ങൾക്ക് ഈ കാൽനട യാത്ര പുലർച്ചെ ഏകദേശം 3 മണി കഴിഞ്ഞിരിക്കും, 3 മണി 4 മണി അടുപ്പിച്ചായിരിക്കുന്നു ഈ കാൽനട യാത്ര പോകുന്ന നിരവധി പേരെ കാണുന്നത്. അങ്ങനെ കാൽനട പോകുന്നവരെ കണ്ടപ്പോൾ അവരെക്കുറിച്ച് ചില വിവരങ്ങൾ അറിയണമെന്നും അവരെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ യാത്രക്കിടയിൽ ഈ ക്ഷേത്രങ്ങളിലെല്ലാം നമ്മൾ ഇതിപ്പോൾ ഈ കാണിക്കുന്നതെല്ലാം നമ്മൾ കണ്ട അവസാനത്തെ ക്ഷേത്രങ്ങളാണ്. അതായത് തിരുവിതാംകോട് ശിവക്ഷേത്രവും അതുപോലെ നമ്മുടെ തിരുവിടൈക്കോട് ശിവക്ഷേത്രവും അതിൻ്റെ പ്രത്യേകതകളാണ്. ഇതാണ് തിരുവിതാംകോട് ശിവക്ഷേത്രം. ആ തിരുവിതാംകോട് ശിവക്ഷേത്രവും കൂടെ ദർശനം കഴിഞ്ഞ് പോകുന്ന വഴിയിലാണ്, ഞാൻ പറഞ്ഞല്ലോ 11ാമത്തെ തൃപ്പന്നിക്കോട് ശിവക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലാണ് ഞങ്ങൾ ഈ കാൽനട യാത്രയായിട്ട് ഈ ശിവാലയ ഓട്ടം നടന്ന പണ്ട് അങ്ങനെയുള്ള ഒരാളിനെ കാണുന്നു. നമ്മൾ അങ്ങനെ ഒരാളിനെ കാണുന്നു. ഈ കാണുന്ന ചെറുപ്പക്കാരൻ അങ്ങനെ ഒരു വശത്ത് ഒരു റോഡിൻ്റെ ഒരു അറ്റത്തിരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ അവിടെ നിർത്തിയിട്ട് അദ്ദേഹത്തോട് ചില വിവരങ്ങൾ ചോദിക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഒന്ന് കേൾക്കാം. തീർച്ചയായിട്ടും അദ്ദേഹം കാൽനടയായിട്ട് തന്നെയാണ് ഈ യാത്രയ്ക്ക് എത്തിയത്. ശിവാലയ ഓട്ടം നമ്മൾ ഈ 11ാമത്തെ ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വഴിനീളെ പലരും ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. കൃത്യമായിട്ട് ഇവർ നടക്കുന്നവരാണെന്നാണ് തോന്നിയത്. എന്തായാലും ഒരു ആളിനെ ഞാൻ കണ്ടെത്തി, അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ ചോദിക്കണം. അദ്ദേഹത്തിൻ്റെ പേരുമൊക്കെ നമുക്ക് ചോദിച്ചറിയാം. എന്തായാലും അദ്ദേഹം പൂർണ്ണമായിട്ടും നടക്കുന്ന ആളാണെന്നാണ് പറയുന്നത്. എന്താണ് പേര്? കൃഷ്ണദാസ്. എവിടെ നിന്നാണ് വരുന്നത്? തിരുവനന്തപുരത്ത് എവിടെയാണ്? കുഴിവിള കരിമണൽ നിന്ന്. എന്നിട്ട് ഇപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളും നടന്നാണ് പോകുന്നത്? നടന്നാണ്. അതെ. 1ാമത്തെ ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങിയിട്ട് അത് എന്നാണ് 1ാമത്തെ ക്ഷേത്രം തുടങ്ങിയത്? മിനിഞ്ഞാന്ന് വൈകുന്നേരം. മെലിഞ്ഞാന്ന് പറയുമ്പോൾ ആഴ്ച വന്നിട്ട് വ്യാഴാഴ്ച വൈകുന്നേരം എത്ര മണിക്ക്? ഒരു 5 മണിക്ക് ശേഷം. എന്നിട്ട് അവിടെ ആ അമ്പലത്തിൽ കയറിയിട്ട് പിന്നെ നടന്നു തുടങ്ങി അല്ലേ? അതെ. കൂട്ടത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഞങ്ങൾ 11 പേരുണ്ട്. നിങ്ങൾ 11 പേരുണ്ട് അല്ലേ? അപ്പോൾ ഇവർ 11 പേരിൽ 10 പേരും പുറകെ വരികയും മുമ്പോട്ട് പോവുകയാണോ? എല്ലാവരും മുമ്പോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് അങ്ങനെ ഒരു നടന്നു പോകാൻ തന്നെ തീരുമാനിച്ചത്? മുൻപോട്ട് എങ്ങനെ തന്നെയാണ്. ഇത് എത്രാമത്തെ തവണയാണ് നടക്കുന്നത്? 18ാമത്തെ തവണ നിങ്ങൾ നടന്നു വരുന്നത് അല്ലേ? അത് ശരി. അപ്പോൾ ഈ 1ാമത്തെ ക്ഷേത്രത്തിൽ എങ്ങനെയാണ് നിങ്ങൾ ബസ്സിലെത്തുമോ? ബസ്സിൽ വരും. എന്നിട്ട് ഇപ്പോൾ ഈ 12 ക്ഷേത്രങ്ങൾ നടന്നു തന്നെ പോകും. 3 ദിവസം എടുക്കും. എല്ലാവരും നടക്കണത് കണക്കിന് അല്ല, 3ആണോ 4ആണോ ദിവസം സാധാരണ എടുക്കുന്നത്? സാധാരണ ഇത്രയും സമയം ആവില്ല. എന്നാലും ഒരു 3 ദിവസം എടുക്കും. അപ്പോൾ നിങ്ങൾ ഈ വഴിച്ചെലവ് എങ്ങനെയാണ്? നിങ്ങൾ ഫുഡൊക്കെ എവിടെ നിന്ന് കിട്ടും? ഫുഡ് വഴിയിലുണ്ട്, അല്ലാതെ പൈസ വേണം. ഇതല്ലേ? എന്താണ് അങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഒരു നടന്ന് വരണമെന്ന് തോന്നാൻ കാരണം? നിങ്ങളുടെ എന്താണ്? നിങ്ങളെ ശിവനോടുള്ള ഒരു പ്രത്യേക താല്പര്യം കൊണ്ടാണ്? അത് നിങ്ങൾക്ക് നേർച്ച എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മുൻപോട്ട് അങ്ങനെ തന്നെയാണ് പറഞ്ഞത് തന്നെ. അപ്പോൾ ഈ നടന്ന് ഇത്രയും അപ്പോൾ എത്ര കിലോമീറ്റർ നടക്കും നിങ്ങൾ? 100 പുറത്തുണ്ട്. 110 കിലോമീറ്ററോളം നടക്കും. ഇപ്പോൾ രാത്രി എങ്ങനെ കിടക്കും? എവിടെ കിടക്കും? രാത്രി കിടക്കൂല, പതുക്കെ നടക്കും. എല്ലാ രാത്രിയും അങ്ങനെയാണോ? അപ്പോൾ പിന്നെ ഉറക്കമോ? ഇനി നാളെ കിടന്നുറങ്ങും. അപ്പോൾ
അപ്പോൾ ഈ 3 ദിവസം ഉറങ്ങാതെ നിങ്ങൾ പറയുമ്പോൾ 2 രാത്രിയെ വരണുള്ളൂ. 2 രാത്രി 2 രാത്രി ഒരു പകലേ വരണുള്ളൂ. 2 രാത്രി 1 പകൽ അല്ലേ? അത് ശരി. ഓക്കെ, അത് പേരൊന്നുകൂടെ പറയൂ. കൃഷ്ണദാസ്. നിങ്ങളുടെ കൂടെ ആരൊക്കെയാണ്? എത്ര പേരാണ്? 11 പേരുണ്ട്. അവരാരൊക്കെയാണ്? എൻ്റെ കൂട്ടുകാർ. അതെ. അപ്പോൾ നിങ്ങൾ എന്താണ് എന്ത് ജോലി ചെയ്യുന്നു? ഞാൻ വെൽഡിംഗ് ആണ്. എല്ലാവരും അങ്ങനെയാണോ? ഇല്ല, ഓരോരുത്തർ ഓരോ ജോലിയാണ്. എല്ലാവരും ഇതുപോലത്തെ ഈ സ്കിൽഡ് പണി ചെയ്യുന്നവരാണ്? കൂലിപ്പണി അല്ലാത്തവരും ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ എത്രാത്തേന്ന് പറഞ്ഞാൽ 18 വർഷമായിട്ട് നിങ്ങൾ ഇങ്ങനെ നടന്നു വരികയാണ് അല്ലേ? 11 പേര്. 11 പേരല്ല, പല പല ആളുകളായിരിക്കും. ഇപ്പോൾ ഉള്ള കൊച്ചു പിള്ളേരാണ്. നല്ല പ്രായമായ ആൾക്കാരും ഉണ്ടാവും. മുൻപ് ഞാൻ വന്നു തുടങ്ങിയ സമയത്ത് പ്രായമായ ആളുകളോട് വന്നത് കരിക്കെത്തുന്നതാണ്. ഓക്കെ, വളരെ നന്ദി കേട്ടോ. ഞങ്ങളൊക്കെ ഇങ്ങനെ ബൈക്കിൽ ഇത്രയും ഇങ്ങനെ എടുത്ത് പോയിട്ട് പോലും ഞങ്ങൾക്ക് വലിയ ക്ഷീണം. അപ്പോൾ നിങ്ങളിങ്ങനെ നടന്നു വരിക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാനോടുള്ള ഒരു പ്രത്യേക ഭക്തിയും ഉള്ളത് കൊണ്ട് തന്നെയാണ് അല്ലേ? ഓക്കെ, ശരിയെന്നാ. യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.